11,000 രൂപയിൽ താഴെയൊക്കെ ഒരു നല്ല ഫോൺ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു നല്ല ഫോൺ ഇറങ്ങിയിട്ടുണ്ട് Realme 12x. ആദ്യം തന്നെ ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്, അത് കഴിഞ്ഞിട്ടാവാം ബാക്കിയെല്ലാം. ഈ കാണുന്നതാണ് ബോക്സിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ബോക്സ് വേറെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് കേസ്, ഡോക്യുമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫോണാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഈ കാണുന്നതാണ് ഫോണിന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഡീസന്റ് ലുക്കാണ്, പറയാം, അതിലേക്ക് വരാം. അതിനു മുമ്പ് ബോക്സിൽ 45 വാട്ടിന്റെ ചാർജർ. യെസ്, ഈ ഒരു പ്രൈസിന് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ഇങ്ങനെ ഒരു കോംബോ ഈ സെഗ്മെന്റിൽ ഇതാദ്യമാണ്. സോ ഒരു നല്ല ബാറ്ററി ആൻഡ് ചാർജിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് സാരം. ഇനി ഇത് കൂടാതെ ഒരു ചാർജിംഗ് കേബിളും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ബോക്സിലെ കണ്ടന്റ്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം, ഫോണിലേക്ക് വരാം. സോ ആദ്യം തന്നെ ഈ ഫോണിന്റെ ഒരു കൂൾ ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. എയർ ജസ്റ്റേഴ്സ്, അതായത് മോജൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്ന നേരത്തെ എനിക്ക് കൈകൊണ്ട് ഇങ്ങനെ മുകളിൽ പിടിച്ചുകൊണ്ട് ടച്ച് ചെയ്യാതെ തന്നെ എയറിൽ തന്നെ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചാൽ മതി. മുകളിലേക്ക് ആക്ഷൻ കാണിച്ചാൽ മുകളിലേക്ക് പോകും, താഴേക്ക് ആക്ഷൻ കാണിച്ചാൽ താഴേക്ക് വരും. ജസ്റ്റ് ദൂരെ ഇരുന്നുകൊണ്ട് കൈകൊണ്ട് കാണിച്ചാൽ മതി, കൃത്യമായിട്ട് നടക്കും. പക്ഷേ ഇത് ഇപ്പോഴേക്ക് മോജിലും ജോഷിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ഭാവിയിൽ മറ്റുള്ളിലേക്ക് വരുമായിരിക്കും. എന്തായാലും ഇത് ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആയിട്ട് തോന്നിയതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഡിസ്പ്ലേ, ഈ ഒരു സെഗ്മെന്റിലെ ഡിസ്പ്ലേ, അതായത് 11,000 താഴെയുള്ള ഒരു ഫോണിലെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഡിസ്പ്ലേ ആണ്. 6.72 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. ശരിക്കും റിയൽമിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റ് ഹൈയസ്റ്റ് റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ലെങ്കിൽ സെഗ്മെന്റ് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത്. സംഗതി ശരിയാണ് താനും. പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ 950 നിറ്റ്സാണ് വരുന്നത്. ഇവിടെ 400, 500, 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് പൊതുവെ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ. ഈ ഡിസ്പ്ലേയുടെ വിഷ്വൽ ക്വാളിറ്റി മാത്രമല്ല ഓഡിയോ എക്സ്പീരിയൻസും ബെറ്റർ ആക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ചു തരാം. സോ എങ്ങനെയുണ്ടായിരുന്നു സൗണ്ട് ക്വാളിറ്റി? അത്യാവശ്യം ഡീസന്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. സോ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിന് ഡീസന്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു റിയൽമി ഈ ഫോണിൽ. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ്, ഡയമൻസിറ്റി 6100+ എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെന്റിലെ ഒരു നല്ല പ്രോസസറാണ്. അതിന്റെ പെർഫോമൻസ് ഇവിടെ യുടെ പെർഫോമൻസ് കാണാം. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. സ്മൂത്ത് ആയിട്ട് ഒരു സാധാരണ യൂസിന് നിങ്ങൾ ഇത് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറുകിട ഗെയിമൊക്കെ ഇവിടെ കളിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കളിക്കുന്നുണ്ട്. സോ അത്യാവശ്യം ചെറുകിട ഗെയിമുകളും കളിക്കാൻ തീർച്ചയായിട്ടും ഈ ഫോൺ നന്നായിരിക്കും. 8GB റാമാണ് ഈ ഫോണിൽ വരുന്നത്. 8GB ഡൈനാമിക് റാം കൂടി ആഡ് ചെയ്യാം, അതായത് എക്സ്റ്റൻഡ് റാം പോലത്തെ ആ ഒരു സ്റ്റോറേജിൽ നിന്ന് റാം എടുത്ത് ആഡ് ചെയ്യുന്ന പരിപാടി. പിന്നെ ഇതിൽ കുറച്ച് റെക്കമെൻഡഡ് ആപ്ലിക്കേഷൻ ഒക്കെ കാണാം, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അത് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് തുടങ്ങാം, ഒരു വിഷയമില്ല. കൂട്ടത്തിൽ ആൻഡ്രോയിഡ് 14 വരുന്നത്, റിയൽമി UI 5.0. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഫോണിന്റെ ഡിസൈൻ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം നല്ല ഒരു ഡിസൈനിലാണ് ഈ ഫോൺ അവർ ചെയ്തിരിക്കുന്നത്. 7.69 mm ആണ് തിക്നെസ് വരുന്നത്. 188 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ IP54 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ 3.5 mm ജാക്ക് ഉണ്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. നമുക്ക് അതിന്റെ പെർഫോമൻസ് ഒന്ന് കാണാം. കണ്ടോ, യാതൊരു ലാഗും ഇല്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടോപ്പിലാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, അതേപോലെ സിം സ്ലോട്ട്. പിന്നെ ഇതിൽ വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിം മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഫോൺ വരുന്നത് 2 കളറിലാണ്, ട്വലൈറ്റ് പർപ്പിളും പിന്നെ വുഡ്ലാൻഡ് ഗ്രീൻ എന്ന ഒരു കളറും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ക്യാമറ നോക്കി കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ്, ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലാണ്. സാമ്പിളുകൾ ഇവിടെ കാണാം. ഇത് ഞാൻ എടുത്തിട്ടുള്ള ഡയലൈറ്റിൽ ഞാൻ എടുത്തുള്ള സെൽഫി ഇമേജുകളും അതേപോലെ തന്നെ മെയിൻ ക്യാമറ ഇമേജുകളൊക്കെയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. നൈറ്റ് സിറ്റുവേഷനുകളിൽ നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്ന ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ക്യാമറയിൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് വരുന്നത്. വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തരത്തിലാണ് വീഡിയോ ക്വാളിറ്റി. സോ എങ്ങനെയുണ്ട് വീഡിയോസ്? മെയിൻ ക്യാമറ വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഫുൾ HD ആണ്. ഈ ഒരു പ്രൈസിനൊക്കെ ഫുൾ HD തന്നെ ഉണ്ടാവുള്ളൂ, 4K ഒന്നും പ്രതീക്ഷിക്കാനില്ല. എന്തായാലും കിട്ടുന്ന വീഡിയോ ക്വാളിറ്റി ഈ കാണുന്ന തരത്തിലാണ്. സെൽഫി ക്യാമറ വീഡിയോയും നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാം ഒരു ശരാശരി നിലവാരത്തിൽ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിലെ മറ്റ് ചില ഫീച്ചേഴ്സ്, അതായത് വേറെ ഈ കോള്, നെറ്റ്വർക്ക്, 5G അതിലൊന്നും പ്രശ്നങ്ങളില്ല, അതൊക്കെ ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ചില കാര്യങ്ങൾ, അതായത് റൈഡിംഗ് മോഡ്, അതായത് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്കിന് മുമ്പിൽ ഇത് വെച്ച് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് റൈഡിംഗ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സെറ്റപ്പ് തന്നെ കൊടുത്തിട്ട് ഈ രീതിയിലാണ് അതിന്റെ UI ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇനി അടുത്തൊരു ഫീച്ചറാണ് ഡൈനാമിക് ബട്ടൺ. ആ ഒരു സംഗതി വരുന്നുണ്ട്. അതായത് ഈ പവർ ബട്ടൺ തന്നെ, ഇതിപ്പോൾ നോർമലി നമ്മൾ ഇതുവരെ പവർ ബട്ടൺ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ ഇത് വർക്ക് ചെയ്യും. ഡൈനാമിക് ബട്ടൺ എന്ന് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ കാണുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡബിൾ ടാപ്പ് പവർ ബട്ടൺ, ഡബിൾ പ്രസ് പവർ ബട്ടൺ, പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ. ഇങ്ങനെ 2-3 തരത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതിലൊക്കെ പല ഫംഗ്ഷൻസും കൊടുക്കാൻ സാധിക്കും. സോ ഇതൊരു വെറും പവർ ബട്ടൺ അല്ല, ഒരു ഡൈനാമിക് ബട്ടൺ ആണ്.
പിന്നെ ഇത് വരുന്നത് 3 വേരിയന്റുകളാണ്. 4GB 128GB, 6GB 128GB, 8GB 128GB. ഇതിന്റെ പ്രൈസ് എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. 11,000 താഴെയാണെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. എന്തായാലും അങ്ങനെ നോക്കിയാൽ തന്നെയും 11,000 താഴെ വരുന്നൊരു ഫോൺ നോക്കിയാൽ തന്നെയും ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം പരിഗണിക്കുമ്പോഴും പ്രത്യേകിച്ചും ആ ഡിസ്പ്ലേ, ഒപ്പം തന്നെ ഈ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് 5000 mAh ബാറ്ററി ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ആ വിലയ്ക്ക് തീർച്ചയായിട്ടും ഒരു ഡീസന്റ് ഫോണായിട്ട് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൃത്യമായിട്ടുള്ള പ്രൈസും അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ വേരിയന്റുകളുടെയും പ്രൈസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് താല്പര്യമുള്ളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം, താല്പര്യമുള്ളവർ. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. സോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.